വന്ന തലമുതിർന്ന ആൾക്കാരുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് കണാരേട്ടനെ കണ്ടത്. നാദാപുരത്തു നിന്നാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു നിഷ്കളങ്കമായ ചിരി, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ശിരസിലൊരു തൊപ്പിയുണ്ട്. ഇത് കവുങ്ങിൻ പാള കൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണ്. ഇതൊരു ബാഗ്, സഞ്ചി. അതിനകത്ത് പ്രസാദമായിട്ട് തിരികെ ചെല്ലുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനുള്ള അവിലുണ്ട്, പഞ്ചസാരയുണ്ട്, വെറ്റിലയുണ്ട്. ഇനി കയ്യിലൊരു വടിയുണ്ട്. ഇത് പണ്ട് കാലത്തുള്ള ഒരു സ്മരണ പുതുക്കലാണ്. മുമ്പിൽ കൂടി പോകുന്നവരെ, കാട്ടിലൂടെ കടന്നൊരു മുമ്പിലോട്ട് പോകുന്നവരെ ഇങ്ങനെ തള്ളിയെന്നല്ല, ഒന്ന് നീക്കി മുന്നോട്ട് പോകാൻ ഒരു വഴികാട്ടിയായിട്ടുള്ളതാണ്. ഇതിലും കവുങ്ങിന്റെ മെറ്റീരിയൽ തന്നെയാണ്, പാള തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര വയസ്സുണ്ട് കണാരേട്ടന്? 80 വയസ്സുണ്ട്. എത്ര കിലോമീറ്റർ നടന്നു നിശ്ചയമുണ്ടോ? 17 കിലോമീറ്റർ നടക്കുമ്പോൾ എന്തെങ്കിലും ക്ഷീണം തോന്നി? ഒരു ക്ഷീണമില്ല. നാമം ജപിച്ച് മുന്നോട്ട് പോകുന്നു അല്ലേ? ഭഗവാൻ കൊണ്ടുവന്നു അല്ലേ? തിരിച്ചു ചെല്ലുമ്പോ വീട്ടിലെ കൊച്ചു കുട്ടികളോട് പറയാനുള്ള ഉപദേശം എന്താണ്? കൊച്ചു കുട്ടികള് മനസ്സിലൊന്നുമില്ല, അതുകൊണ്ട് മുന്നോട്ട് പോകും. കണാരേട്ടൻ പ്രകൃതിയുടെ പ്രതിനിധിയാണ്. കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം പ്രകൃതിയോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിനിധിയാണ് കണാരേട്ടൻ. ഇതുപോലുള്ള ഒരുപാട് കണാരേട്ടന്മാർ ഇതുപോലെ പല ഭാഗത്തു നിന്നും, വയനാട്, കണ്ണൂര്, അതുപോലെ തന്നെ കോഴിക്കോട്, ഇതിന്റെ പല ഭാഗത്തു നിന്നും ഈ ഇളനീർ വെപ്പുമായി ഇവിടെ എത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ശക്തമായ മനസ്സിന്റെ ഉടമകളുടെ ദിവസം കൂടിയാണ് എന്ന് പറയാം. കാരണം ഈ പ്രായത്തിൽ പോലും കുറച്ചു ദൂരം നടക്കുമ്പോൾ കിതയ്ക്കുന്നവരാണ് നമ്മൾ. അപ്പോഴാണ് 80-ാമത്തെ വയസ്സിൽ ചുറുചുറുക്കോടെ ഓടി, അതും ഇളനീരും വെച്ച് കണാരേട്ട വന്നിരിക്കുന്നത്. സന്തോഷം.